ഇത് ഞാൻ പറയുന്നതല്ല, വാട്സപ്പിലെ ഏതൊരു ചാറ്റും നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ തുടക്കത്തിൽ തന്നെ ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. വാട്സപ്പ് തന്നെ പറയുന്നതാണ്, നിങ്ങളും ആ ഒരു വ്യക്തിയും അല്ലാതെ മൂന്നാമതൊരാൾ നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന വീഡിയോസും അതുപോലെ തന്നെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ലീക്ക് ആകാതിരിക്കാൻ വാട്സപ്പ് തന്നെ നിങ്ങൾ ആ ഒരു സെറ്റിങ്സ് എനേബിൾ ആക്കണമെന്ന് ആ ചാറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വാണിംഗ് ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കാര്യവും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സെറ്റിങ്സ് എങ്ങനെ എനേബിൾ ആക്കണം എന്നതൊക്കെ ഇന്നത്തെ വീഡിയോ. നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ മുകളിൽ 3 ഡോട്ട് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ സെറ്റിങ്സ് കാണാൻ സാധിക്കും. ഈ സെറ്റിങ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ താഴെ സ്ക്രോൾ ചെയ്താൽ ഇവിടെ ചാറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്താൽ ഇവിടെ ചാറ്റ് ബാക്കപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാകും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ ബാക്കപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എനേബിൾ ആക്കി കൊടുക്കണം. ഇവിടെ ആണ് ആ ഒരു പ്രധാന സെറ്റിങ്സ് വാട്സപ്പ് ചെയ്യാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ താഴോട്ടേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്താൽ ഇവിടെ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ബാക്കപ്പ് പറഞ്ഞ ഓപ്ഷൻ ഇപ്പോൾ ഓഫാണ്. അത് ഓണാക്കാനാണ് വാട്സപ്പ് നേരത്തെ പറഞ്ഞത്. അതായത് നിങ്ങളുടെ മൂന്നാമതൊരു വ്യക്തിയിലേക്ക് ലീക്ക് ആകാതിരിക്കാൻ. അതുകൊണ്ട് തന്നെ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ യൂസ് പാസ് കീ പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാകും. അത് നിങ്ങൾ മെയിൻ ആക്കേണ്ട. ഇവിടെ മോർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ, അല്ലെങ്കിൽ മോർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാതെ തന്നെ ഇവിടെ പാസ്വേഡ് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ ചിലപ്പോൾ ലഭിക്കും. ഇല്ലാത്തവർക്ക് ഇവിടെ മോർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ 2 ഓപ്ഷനാണ് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത്. പാസ്വേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും, പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഞാൻ എൻ്റർ ചെയ്ത് തരുന്നത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ ഒരു ഉദാഹരണത്തിന് ഇവിടെ കാണിച്ചു തരാം, സൽമാൻ. എന്നിട്ട് അതിൻ്റെ കൂടെ നിങ്ങളുടെ ഏതൊരു പാസ്വേഡ്, എവിടെ നിങ്ങൾ പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് അത് മറക്കാനും പാടില്ല. നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കാൻ പറ്റുന്ന പാസ്വേഡ് ആയിരിക്കണം. അതുമാത്രമല്ല, നിങ്ങൾ പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് വെറും ഇതുപോലെ പേരും ഇങ്ങനെ കൊടുക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും ബെറ്റർ, ഏറ്റവും സേഫ്റ്റി പ്രൊട്ടക്ഷൻ നൽകുന്നത് ഇത്തരത്തിൽ നിങ്ങളൊരു പേര് കൊടുക്കുന്ന സമയത്ത്, ഉദാഹരണത്തിന് ഇതുപോലെ പേര് കൊടുത്ത് 1 2 3 എന്ന് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ കൂടെ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലോ എവിടെയെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് ഇവിടെ കൊടുക്കേണ്ടത് ഇതുപോലെ #, അതുപോലെ തന്നെ പല കാര്യങ്ങളും, അതും മറക്കാൻ പാടില്ല കേട്ടോ. അതുമാത്രമല്ല, നിങ്ങൾ ഇംഗ്ലീഷിൽ കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റത്തെ ലെറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് വലിയ S കൊടുക്കാം. അങ്ങനെ നിങ്ങൾ ഇത്തരത്തിൽ നല്ല പ്രൊട്ടക്റ്റുള്ള സാധനമാണ്. ഇതുപോലെ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഇത് മറക്കാൻ പാടില്ല കേട്ടോ. എന്നിട്ട് ഇവിടെ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒന്നുകൂടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കൊടുത്ത എനിക്ക് സത്യമായിട്ട് ഓർമ്മയല്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അതാണ് നിങ്ങളോട് മറക്കരുത് എന്ന് പറഞ്ഞത്. സൽമാൻ 1 2 3 എന്ന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അത് തെറ്റായിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ ബാക്കോട്ട് വന്നിട്ട് അതൊന്ന് ഫില്ലാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ സൽമാൻ വലിയ അക്ഷരം @1 2 3 എന്ന് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് അടിക്കുകയാണ്. അതുപോലെ തന്നെ സൽമാൻ @1 2 3 എന്നത് ക്ലിക്ക് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ, സോറി അത് തെറ്റായിട്ടുണ്ട്, സൽ ഓക്കെ. ഇതുപോലെ ക്രിയേറ്റ് എന്നത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എനേബിൾ ആക്കണം. ഇങ്ങനെ എനേബിൾ ആക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാറ്റും മൂന്നാമതൊരു വ്യക്തി കാണാൻ ഇടയാകാത്ത ഒരു സെറ്റിങ്സാണ് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തിയത്. കൂട്ടുകാരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്.